ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ മനോഹരമായ കാട്ടിലൂടെ ഒരു യാത്രയാണ്. കൂടെ ഉണ്ടാകൂ, അവസാനം വരെ കാണൂ. ഇപ്പം നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. നോക്കൂ, അവിടെ മാനുകളെ കാണാം, കുറച്ചപ്പുറത്ത് കുരങ്ങുകളും. ഇതുപോലൊരു പ്രകൃതി അനുഭവം ശരിക്കും മറക്കാനാകാത്തതാണ്. വരൂ. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജസ് വീഡിയോയിലേക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുന്നതായിരിക്കും, അതും ഫുള്ളി ഫ്രീ ആയിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഡെയിലി ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസുകളെ ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ആകാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോയും അതിൻ്റെതായുള്ള ഒരു സ്ക്രിപ്റ്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വേറൊരു ചാനൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയൊരു ചാനലും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിങ്ങൾക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളത് ChatGPT ആണ്. ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിക്ക് ആണ്. അതായത് നമ്മൾ വീഡിയോ കൺവേർട്ട് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു പിക്കല്ലേ, സോ ആ ഒരു പിക്ക് നമുക്ക് വേണം. സോ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ChatGPT എടുക്കാം. ChatGPT എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് പിക്കാണ് വേണ്ടത്, അതായത് ഇപ്പം നിങ്ങൾ ഒരു കൊച്ചുകുട്ടി സ്കൂളിലേക്ക് പോകുന്ന പിക്കാണെങ്കിൽ ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക, എനിക്കൊരു കൊച്ചുകുട്ടി സ്കൂളിലേക്ക് പോകുന്ന ഒരു പിക്ക് വേണം, അത് വീഡിയോ ജനറേറ്റ് ആക്കാനായിട്ടാണ്. സോ അത് ആ ഒരു പിക്ക് നിങ്ങൾക്ക് എന്താണ് വേണം, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഒരു വീട്ടമ്മ പാചകം ചെയ്യുന്ന പിക്ക് വേണമെങ്കിൽ വീട്ടമ്മ ഒരു പാചകം ചെയ്യുന്ന ഒരു പിക്ക് വേണം. സോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക, ChatGPT തരുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് അടിച്ചത് എന്താണ്, എനിക്ക് ഒരു വീട്ടമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു ഫോട്ടോ വേണം, വീഡിയോ ജനറേറ്റ് ചെയ്യാനാണ്. സോ അതുപോലെ നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണ് അത് നിങ്ങൾ അവിടെ കൊടുക്കുക. ChatGPT നമുക്ക് അതിനനുസരിച്ച് തന്നെ ഒരു പിക്ക് നമുക്ക് തയ്യാറാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു പിക്കാണ് നമ്മൾ വീഡിയോ ജനറേറ്റ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പിക്ക് വന്നതിന് ശേഷം നമുക്ക് വീഡിയോ കൺവേർട്ട് ആക്കാനായിട്ട് പോവാം. വളരെ ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് പ്രതീക്ഷ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാത്തിനും പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് പല ഫ്രണ്ട്സും പറയുന്നുണ്ട് iOS കിട്ടുന്നില്ല എന്ന്. സോ നിങ്ങൾക്ക് എല്ലാത്തിലും കിട്ടുന്നതായിരിക്കും. ഇത് ആപ്ലിക്കേഷൻ അല്ല, നമ്മളുടെ വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഒരു പിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു വീട്ടമ്മ പാചകം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഇവിടെ ഓൾറെഡി റെക്കോർഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് റേഷ്യോ വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. 16:9 ആണെങ്കിൽ 9 ആക്കാം, അല്ലെങ്കിൽ 9:16 ആണെങ്കിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഷോർട്സ് ഇടുന്ന ആ റേഷ്യോ ഉണ്ട്, വീഡിയോ ആയിട്ട് അപ്ലോഡ് ആകുന്ന റേഷ്യോ ഉണ്ട്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആയിട്ട് കൺവേർട്ട് ആക്കാൻ പറ്റുന്ന റേഷ്യോ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോ ചേഞ്ച് ആയി കൊടുക്കാൻ പറ്റുമെങ്കിൽ റേഷ്യോ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റും. 9:16 ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്സ് ആ ഒരു റേഷ്യോ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ഇത് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്ത പ്രോംപ്റ്റ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വീഡിയോ ആക്കണമല്ലോ. സോ വീഡിയോ ആക്കാനായിട്ട് നമുക്ക് വേറൊരു പ്രോംപ്റ്റ് ഉണ്ട്. ആ ഒരു പ്രോംപ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നമ്മുടെ മലയാളത്തിൽ അങ്ങ് ടൈപ്പ് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഒരു പ്രോംപ്റ്റ് ഓൾറെഡി ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റും, എനിക്കൊരു പ്രോംപ്റ്റ് ആവശ്യമാണ്. ഈ കാണുന്ന ഫോട്ടോ ഒരു ചേഞ്ച് പോലും വരുത്താതെ 8 മുതൽ 10 സെക്കൻഡ് വരെയുള്ള വീഡിയോ എനിക്ക് ആവശ്യമാണ്. അതിനാൽ ഈ വീട്ടമ്മ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ പ്രോംപ്റ്റ് എനിക്ക് ആവശ്യമാണ്. സോ 9:16 കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ 16:9 റേഷ്യോ ആക്കാം. നിങ്ങളുടെ ആവശ്യം ഏതാണ്, അതായത് നിങ്ങളുടെ വീഡിയോ ഏത് റേഷ്യോ ആണ് അതുപോലെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇപ്പം എൻ്റെ വീഡിയോ ഒരു വീഡിയോ റേഞ്ചാണ്, ഷോർട്സ് അല്ല. അതുകൊണ്ട് എനിക്ക് 16:9 ആണ് വേണ്ടത്. സോ 16:9 റേഷ്യോ ഒന്ന് നമുക്ക് കൊടുക്കാം. സോ അതുപോലെ തന്നെ ആ ഒരു പ്രോംപ്റ്റ് എനിക്ക് ChatGPT പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ചീറ്റ് കോഡ് ഉണ്ട്. അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി കോഡ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ കോപ്പി ചെയ്യാനുള്ള ആ ഒരു സംഭവം എനിക്ക് ChatGPT തരുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് സെൻഡ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രോംപ്റ്റ് വരുന്നതായിരിക്കും. അതായത് ഈ ഒരു വീട്ടമ്മ, ഓക്കെ, ഈ ഒരു വീട്ടമ്മ പ്രോംപ്റ്റ് വരുന്നതായിരിക്കും എനിക്ക്. സോ അപ്പോൾ എനിക്കൊരു പ്രോംപ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അവിടെ കാണാൻ വേണ്ടി ക്രിയേറ്റ് റിയലിസ്റ്റിക് 8 to 10 സെക്കൻഡ് വീഡിയോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയലോഗ് വേണം, ഡയലോഗ് നിങ്ങൾക്ക് ആഡാക്കാം. ആഡ് ഡയലോഗ്. ഓക്കെ, ഡയലോഗ് ഒന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഡയലോഗ് മലയാളം അടിക്കുക, മലയാളം. അപ്പോൾ സെൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡയലോഗും കൂടെ ആഡായി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഓക്കെ, ഡയലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ ഇത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇനി നേരെ വീഡിയോ ക്രിയേറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നേരെ നിങ്ങൾ ക്രോം എടുക്കുക. ക്രോം എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒന്നെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ കാണിച്ചു തരാം. ഗൂഗിൾ
ഒമിനി എന്ന് കണ്ടിരിക്കുക. ഓക്കെ, ഗൂഗിൾ ഒമിനി. നമ്മൾ ഗൂഗിൾ ഒമിനി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ്. ജസ്റ്റ് ഫസ്റ്റ് വന്ന വെബ്സൈറ്റ് കാണാൻ പറ്റും labs.google. നിങ്ങൾക്ക് വേറെ ഒരുപാട് വെബ്സൈറ്റ് കാണാൻ പറ്റും ഗൂഗിളിൻ്റെ തന്നെ. സോ നിങ്ങൾ എടുക്കേണ്ടത് ലാബ്സ്, ഓക്കെ, ഗൂഗിൾ ലാബ്സ് ആണ് എടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഇവിടെ നിങ്ങൾക്ക് 50 ക്രെഡിറ്റ്സ് വെച്ച് കിട്ടുന്ന 50 ക്രെഡിറ്റും കിട്ടുന്നതായിരിക്കും, ഡെയിലി റീസെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് കയറുമ്പോഴത്തേക്ക് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നതായിരിക്കും. സിമ്പിളായി ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിവിടെ കാണാൻ പറ്റും ന്യൂ പ്രോജക്റ്റ്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ കൺവേർട്ട് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും, ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോകളെ ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് കാണാൻ ഡേറ്റ കാണാൻ പറ്റും. ഓക്കെ, സോ എനിക്ക് ഇനി പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ആക്കണം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും എനിക്ക് ഇവിടെ വേണ്ടതാണ്, നമുക്കിവിടെ പിക്സും കളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്ലസ് ഐക്കണുണ്ട്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയ കാണാൻ പറ്റും, അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങളുടെ പിക്കും കളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സൈഡിൽ പ്ലസ് ഐക്കൺ കാണും, ജസ്റ്റ് അപ്ലോഡ് മീഡിയ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സേവ് ആക്കിയുള്ള പിക്ക് ഇവിടെ കാണും, ജസ്റ്റ് ഡൺ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാം പെർമിഷൻ ചോദിക്കും, എഗ്രീയും കളാ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റരുത്. സോ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഏജന്റ് ഓപ്ഷൻ ഇമേജ് ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇവിടെ നാനോ ബനാന നടക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ഇമേജ് ആയിരിക്കും കിടക്കുന്നത്. സോ ഇമേജ് തൊട്ടപ്പുറത്ത് വീഡിയോ ആക്കാൻ പറ്റും. സോ വീഡിയോ ഒന്ന് ക്ലിക്ക് ആക്കുക. അതിനുശേഷം കാണാൻ പറ്റും ഒമിനി ഫ്ലാഷ് ഉണ്ട്. ഓക്കെ, അവിടെ നമുക്ക് വീഡിയോ ജനറേറ്റ് ആക്കാൻ പറ്റുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല, അവിടെ നിന്ന് വീഡിയോ ജനറേറ്റ് ആക്കാൻ പറ്റും. സോ ഇവിടെ കാണാൻ പറ്റും 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 10 സെക്കൻഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ക്രെഡിറ്റ് ആണ് വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ 1x ഉണ്ട്, അതായത് x1, അതായത് നമുക്ക് ഇവിടെ പറയുന്നത് ഇവിടെ നമുക്ക് ഒരു വീഡിയോ കൺവേർട്ട് ആക്കി കിട്ടും, ഇവിടെ 2 വീഡിയോ കൺവേർട്ട് ആക്കി കിട്ടും, ഇവിടെ ആണെങ്കിൽ 3 വീഡിയോ, 4 വീഡിയോ. അതിനനുസരിച്ച് ക്രെഡിറ്റ് കൂടുന്നതും കുറയുന്നതും കാണാൻ പറ്റും. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇമേജ് കറക്റ്റ് റിയലിസ്റ്റിക് ആയിരിക്കില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം കൊടുക്കും. കാരണം ഒരെണ്ണത്തിലോ വേറെ ഫോട്ടോ ആയിരിക്കും, ഒരെണ്ണം നിങ്ങൾക്ക് പക്ക എന്തെങ്കിലും റിയലിസ്റ്റിക് കിട്ടും. സോ ഞാൻ ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരെണ്ണം ആകുമ്പോൾ ഇത് 10 സെക്കൻഡ് കിട്ടുകയും ചെയ്യും, അതുപോലെ 15 ക്രെഡിറ്റേ വേണ്ടിയുള്ളൂ. കാരണം ഞാൻ അവിടെ ചെയ്യുന്നത് എന്താണ്, ഒരു വീട്ടമ്മ പാചകം ചെയ്യുന്നതാണ്. സോ എനിക്ക് ഈ ഒരു പിക്കിൻ്റെ ഒരു മുഖം മാറിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ രീതി ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഫോട്ടോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്താണ് 2 എണ്ണം കൊടുക്കുക, എന്ന് ജനറേറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം എന്തായാലും ഒരു 50 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് 2 ജനറേറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക, ദെൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഏജൻ്റൊക്കെ മാറ്റി കൊടുക്കാം. നേരെ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പിക്ക് ഇവിടെ ആഡായി കൊടുക്കാം. ഞാൻ ഓൾറെഡി പിക്ക് ആഡായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആഡിറ്റ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ സെൻഡ് ഓപ്ഷൻ കൊടുക്കണം. ഒന്നുകൂടെ നിങ്ങൾ എല്ലാം ചെക്കും കളൊക്കെ ചെയ്യുക, കറക്റ്റ് തന്നെയല്ലോ ചെക്ക് ചെയ്യുക. ദെൻ സെൻഡ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ വീഡിയോ ജനറേറ്റ് ആക്കാവുന്നതായിരിക്കും. ഒരു 2 മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഫാസ്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്റർനെറ്റ് സ്ലോ ആണെങ്കിൽ കുറച്ച് ഡിലേ ആവും. ഓക്കെ, സോ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ട്രിക്ക് ഉണ്ടല്ലോ, ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം 50 ക്രെഡിറ്റ് കിട്ടുള്ളൂ. 50 ക്രെഡിറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗ് ഔട്ട് ആക്കുക, പുതിയൊരു അക്കൗണ്ട് കയറുക, ദെൻ നിങ്ങൾ ക്രിയേറ്റ് ആക്കുക. ഓരോ ദിവസം വെച്ച് കൂടുന്തോറും നിങ്ങൾക്ക് എന്താണ് ക്രെഡിറ്റ് റീഫ്രഷ് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പൈസകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. എന്താണ് വെർത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഗൂഗിൾ തന്നെയാണ്, വെർത്തും കളർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അല്ല നിങ്ങൾ ഓൾറെഡി ടൂൾ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ടൂൾ യൂസ് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 2026 എങ്ങനെ നമുക്കൊരു AI ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഏകദേശം 36% ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇവിടുന്ന് കൂടിക്കോളും. ഓക്കെ, നിങ്ങളുടെ നെറ്റ് സ്പീഡ് അനുസരിച്ച് ഇത് കൂടിക്കോളും. സോ അതിനുശേഷം നമുക്ക് വീഡിയോ വന്നതിന് ശേഷം ബാക്കി കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വോയിസ് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കുക, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇവിടെ പ്ലേ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കാം. കണ്ടോ ഗൈസ്, ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടോ. സോ ആ ഒരു കറി ഇളക്കുന്നതും അങ്ങനത്തെ പല പല എഫക്റ്റുകൾ കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡയലോഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡയലോഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഡയലോഗ് ഇപ്പം നിങ്ങൾക്ക് ആ റെസിപ്പിയുടെ സ്ഥാനത്ത് സാമ്പാർ എന്ന് ആളാകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്താണ് അതേ പിക്ക് ആഡായി കൊടുക്കുക. അതിനുശേഷം ആ റെസിപ്പി നിങ്ങൾ ഓരോ സംഭവങ്ങൾ, സാമ്പാറാണെങ്കിൽ പരിപ്പ് ഇടുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എന്താണ് എഴുതി ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പക്കാ റിയലിസ്റ്റിക് ആയ സംഭവം ആടാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് കണ്ടിന്യൂ പ്രോംപ്റ്റ് വേണമെങ്കിൽ നേരെ നിങ്ങൾ ChatGPT എടുക്കുക. ഓക്കെ, ChatGPT എടുത്തതിന് ശേഷം ഐ നീഡ് ഓക്കെ, സോറി ഞാൻ മലയാളമാക്കി കാണിച്ചു തരാം, സോറി ഇംഗ്ലീഷായി കാണിച്ചു തരാം. ഐ നീഡ് കണ്ടിന്യൂ പ്രോംപ്റ്റ്. ഓക്കെ, അതായത് കണ്ടിന്യൂ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിനകത്ത് റെസിപ്പി പറഞ്ഞല്ലോ. സോ നമുക്ക് അടുത്തത് മല്ലിപ്പൊടി, ഉപ്പ്, പഞ്ചസാരയല്ല, മല്ലിപ്പൊടി, ഉപ്പ്, സോ അങ്ങനെയൊക്കെ നമുക്ക് ഇടുന്ന കാണാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂ പ്രോംപ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രോംപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത, അതായത് ഇവിടെ കറിക്ക് ആടാക്കുന്ന പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടിന്യൂ, എന്നിട്ട് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, മാത്രമല്ല ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ ഇവിടെ ആഡ് സം
റെസിപ്പി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ പ്രോമിനോട് എക്സ്ട്രാ നമുക്ക് റെസിപ്പി ഇടുന്ന കാണാൻ പറ്റും. ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും ചേർത്ത് വയറ്റിയെടുക്കുക. സോ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂഷൻ പ്രോമിറ്റായിരിക്കും കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഒരു ദിവസം നിങ്ങൾക്ക് 50 ഇത് വെച്ച് കിട്ടുന്നതായിരിക്കും. ലൈക്ക് സോ നിങ്ങൾക്ക് ഒരു ദിവസം 50 ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. ദെൻ അത് തീർന്നിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പോവുക, ലോഗൗട്ട് ആക്കുക, അടുത്തത് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, ദെൻ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ആ സെയിം പ്രോമിനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ iOS യൂസറാണോ ആൻഡ്രോയിഡ് യൂസറാണോ ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു പിക്കാണ്. ആ ഒരു പിക്കിനായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വീട്ടമ്മയുടെ പ്രോംപ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ പിക്ക് നിങ്ങളിപ്പോൾ കാർഡിയുടെ പോകണമെങ്കിൽ നിങ്ങൾ കാർഡിയുടെ പോണ പ്രോംപ്റ്റ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. മലയാളം അടിച്ചാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് കുഴപ്പമില്ല. ദെൻ ഇവിടെ വേണ്ടതാണ് നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീഡിയോ ആവശ്യം. ഇപ്പം ഞങ്ങളുടെ വീട്ടമ്മ പാചകം ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത്. ഇപ്പോൾ ഒരു കൊച്ചു സ്കൂളിൽ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ആ കൊച്ചു സ്കൂളിൽ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എന്താണ് പ്രോംപ്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജനറേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിന്റെ പേരാണ് ഗൂഗിൾ ഒമിനി. ഓക്കെ, ഗൂഗിൾ ഒമിനി വെച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്, വേറെ ഒന്നുമല്ല. ഗൂഗിൾ ജെമിനി ഒമിനി വെച്ചാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സംഭവം കൊള്ളാം, വേറെ ലെവൽ തന്നെ തന്നെയാണ്, വേറെ ലെവൽ സാധനം തന്നെയാണ്. നമ്മുടെ ആ ഒരു വായക്കാനൊക്കെ നിന്ന് പക്ക റേസിലേക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളിപ്പോൾ AI വീഡിയോസിനാണ് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ AI വീഡിയോസാണ് ട്രെൻഡിങ്ങുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മാത്രം ബാക്കിലായി പോകണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിക്ക് ചെയ്യുന്നതും അതുപോലെ ഇനി കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ഇടാണ്ട് മറക്കണ്ട. ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നമ്മൾ ഡെയിലി വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനിത് വീണ്ടും അപ്ലോഡ് ആകാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ വിട്ടപ്പോഴത്തേക്ക് ഒരുപാട് iOS ഫ്രണ്ട്സ് ഉണ്ട്. സോ അവർക്കൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ കുറച്ച് റിയലിസ്റ്റിക് ആവുന്നില്ല. നമ്മുടെ ആ ഒരു വാനക്കുന്നതും കൈ പിടിക്കുന്നതും ചെറിയ റിയലിസ്റ്റിക് ആവുന്നില്ല. കാരണം അത് ഫ്രീ ടൂൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ള പരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, സോ ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമുക്ക് ഇതിൽ മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻ ഉണ്ടെങ്കിൽ പറയാനായിട്ട് മറക്കണ്ട. ഓക്കെ.